നമസ്കാരം. പ്രണയം, പ്രണയാനുഭവങ്ങൾ ഇതൊന്നും ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതൊരു മറ്റൊരാളോട് പങ്കുവെക്കാനാവാതെ അത് മനസ്സിനകത്തൊരു സ്വകാര്യ അനുഭവമായിട്ട് അതിങ്ങനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ആളുകളെ മനസ്സിനെ മുറിവേൽപ്പിച്ച, എന്നാൽ അന്നും ഇന്നും എന്നും ആളുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന വില്യം ഷേക്സ്പിയറിൻ്റെ ഒരു പ്രണയകാവ്യമാണ് റോമിയോ ആൻഡ് ജൂലിയറ്റ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് റോമിയോ ആൻഡ് ജൂലിയറ്റിനെ പറ്റിയാണ്. ഷേക്സ്പിയർ നാടകങ്ങളിൽ ദുരന്ത നാടകമായിട്ടാണ് റോമിയോ ആൻഡ് ജൂലിയറ്റിനെ കരുതപ്പെടുന്നത്. ഈ ഒരു നാടകം നടക്കുന്നത് വെറോണ എന്ന നഗരത്തിൽ വെച്ചാണ്. ഈ നഗരത്തിൽ രണ്ട് വിഭാഗം പ്രഭുക്കന്മാരുണ്ടായിരുന്നു. ഒരു പ്രഭു കുടുംബത്തിൻ്റെ പേര് കാപ്പുലറ്റുകൾ എന്നും മറ്റേ പ്രഭു കുടുംബത്തിൻ്റെ പേര് മൊണ്ടേഗുൾ എന്നായിരുന്നു. വളരെ ശക്തിയായ പ്രതികാരവും വിദ്വേഷവുമാണ് ഈ കുടുംബങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. ഇതിൽ മൊണ്ടേഗുകളുടെ കുടുംബത്തിലെ യുവാവായ അംഗമായിരുന്നു കഥാനായകനായ റോമിയോ. റോമിയോയ്ക്ക് തൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു യുവതിയുമായിട്ട്, റോസലിൻ എന്ന് പറയുന്ന യുവതിയുമായിട്ട് ഒരു പ്രണയമുണ്ടായിരുന്നു. എന്നാൽ അവൾക്ക് അയാളോട് വലിയ ആഭിമുഖ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം കാപ്പുലറ്റ് കുടുംബക്കാർ വളരെ വലിയ ഒരു ആഘോഷത്തിന് ഏർപ്പാട് ചെയ്തു. ഈ ആഘോഷത്തിൽ പങ്കെടുക്കാൻ നാട്ടിലെ പ്രമുഖന്മാരായ പല ആളുകളെയും ക്ഷണിച്ചിരുന്നുവെങ്കിലും മൊണ്ടേ കുടുംബത്തെ ഒഴിവാക്കിയിരുന്നു. ഇതിന്റെ ക്ഷണക്കത്തുമായിട്ട് ചുറ്റി നടക്കുന്ന കാപ്പുലറ്റ് കുടുംബത്തിലെ വേലക്കാരനെ റോമിയോ കാണാനിടയാവുകയും ക്ഷണിതാക്കൾ ആരൊക്കെയാണെന്ന് അറിയുകയും ചെയ്തു. റോസലിന്റെ പേര് കണ്ടപ്പോൾ റോമിയോ തീർച്ചയാക്കി തനിക്കും ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന്. റോമിയോയും കൂട്ടുകാരനായ ബെൻവോളിയോയും മുഖംമൂടി ധരിച്ച് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. റോമിയോ, ബെൻവോളിയോ, ഇവരുടെ കൂടെ മറ്റൊരു സുഹൃത്തായ മെർക്കുഷ്യവും ഉണ്ടായിരുന്നു. ആളെ തിരിച്ചറിയാത്ത വിധം മുഖംമൂടി ധരിച്ച ഇവരെ കാപ്പുലറ്റ് പ്രഭു കാര്യമായി സ്വാഗതം ചെയ്തു. കാപ്പുലറ്റ് പ്രഭു ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല ഇവർ തൻ്റെ ശത്രു കുടുംബങ്ങളാണെന്ന്. റോസലിനെ കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിനിടയിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട സുന്ദരിയായ മറ്റൊരു യുവതിയെ കാണാനും അവളുടെ സൗന്ദര്യത്തിൽ റോമിയോ ആകർഷണമാവാനും ഇടയായി. അതായത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. എങ്ങനെയെങ്കിലും ആ സുന്ദരിയോട് അടുക്കാനും സംസാരിക്കാനും അയാളുടെ ഹൃദയം തുടിച്ചു. ബഹളത്തിനിടയിൽ ടൈബാൾട്ട് എന്ന കാപ്പുലറ്റ് പ്രഭുവിന്റെ മരുമകൻ റോമിയോയുടെ സംഭാഷണം ശ്രദ്ധിക്കുകയുണ്ടായി. അതിൽ നിന്ന് റോമിയോ മൊണ്ടേ കുടുംബക്കാരനാണെന്ന സത്യം ടൈബാൾട്ട് മനസ്സിലാക്കി. ടൈബാൾട്ടിന് ഭയങ്കര കോപവും പ്രതികാരവും തോന്നിയെങ്കിലും കാപ്പുലറ്റ് പ്രഭു ആഘോഷം അമംഗളമാകാതിരിക്കാൻ വേണ്ടി കുഴപ്പമൊന്നും ഉണ്ടാക്കരുതെന്ന് ശ്വാസിച്ചു. ടൈബാൾ തന്റെ പകപോക്കാൻ സന്ദർഭം കാത്തിരുന്നു. ടൈബാൾ തന്നെ തിരിച്ചറിഞ്ഞ വിവരം റോമിയോ മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെ പുതിയ യുവതിയെ കണ്ടെത്താനുള്ള തിടുക്കത്തോടെ തിരഞ്ഞു നടക്കുകയായിരുന്നു റോമിയോ. അവസാനം അവളെ കണ്ടെത്തി. അത് മറ്റാരുമായിരുന്നില്ല, കാപ്പുലറ്റ് പ്രഭുവിന്റെ മകളായ ജൂലിയറ്റ് തന്നെയായിരുന്നു. റോമിയോ കഠിനമായ ഇച്ഛാഭംഗത്തിൽ മുഴുകി. തന്റെ ഹൃദയം കവർന്ന യുവതി ശത്രുവിന്റെ മകളാണെന്നറിഞ്ഞ നിമിഷം മുതൽ ഏറ്റവും വലിയ നിരാശയാണ് റോമിയോ അനുഭവിച്ചത്. ഇതേ അനുഭവം തന്നെയാണ് ജൂലിയറ്റിനും ഉണ്ടായത്. തന്നോട് വളരെ സുന്ദരമായി പെരുമാറുകയും മനോഹരമായ വാക്കുകൾ പറയുകയും ചെയ്ത യുവാവ് തങ്ങളുടെ ബന്ധശത്രുവായ മൊണ്ടേ കുടുംബത്തിലെ അംഗമാണെന്നറിഞ്ഞപ്പോൾ ജൂലിയറ്റും അത്യന്തം സങ്കടപ്പെട്ടു. അതിഥികളെല്ലാം മടങ്ങിപ്പോയി. ആഘോഷങ്ങളെല്ലാം അവസാനിച്ചു. അർദ്ധരാത്രി സമയം. പരിപൂർണ്ണ നിശബ്ദതയാണ്. ആഘോഷത്തിന്റെയും ഉത്സാഹത്തിന്റെയും ക്ഷീണം കൊണ്ട് വേലക്കാരൊക്കെ വിശ്രമിക്കുകയാണ്. ഈ സമയം മതിൽ ചാടിക്കടന്ന റോമിയോ ജൂലിയറ്റിന്റെ കിടപ്പുമുറിയുടെ താഴെ ചെന്ന് നിന്നു. ജൂലിയറ്റിനെ വിവരമറിയിക്കാൻ അയാൾ 1-2 തവണ കൈഞ്ഞൊടിച്ചു. ഭാഗ്യവശാൽ ജൂലിയറ്റ് ജനാലയുടെ അടുത്ത് പ്രത്യക്ഷപ്പെടുകയും റോമിയോവിനെ തിരിച്ചറിയുകയും ചെയ്തു. വളരെ പതിഞ്ഞ സ്വരത്തിൽ റോമിയോ ജൂലിയറ്റിനോട് പറയാനുള്ള കാര്യങ്ങൾ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. തൻ്റെ ശത്രു കുടുംബത്തിലെ അംഗമായത് നിർഭാഗ്യകരമാണെന്നും തൻ്റെ പ്രണയത്തിന് അതുകൊണ്ട് ശക്തി കുറയില്ലെന്നും ജൂലിയറ്റിന് വേണ്ടി ജീവൻ പോലും പണയപ്പെടുത്താൻ താൻ തയ്യാറാണെന്നും അയാൾ ധൃതിയിൽ പറഞ്ഞൊപ്പിച്ചു. ജൂലിയറ്റ് ആകട്ടെ പേടിച്ച് വിറച്ചുകൊണ്ടാണ് സംസാരിച്ചത്. സ്വന്തം ഗൃഹത്തിൽ പോകണമെന്നോ വിശ്രമിക്കണമെന്നോ റോമിയോന് തോന്നിയില്ല. മറിച്ച് വിദഗ്ധനും ബുദ്ധിമാനുമായ ഒരു ഉപദേശകനാണ് അയാൾക്ക് വേണ്ടിയിരുന്നത്. അതുകൊണ്ട് ലോറൻസ് എന്ന പുരോഹിതന്റെ അടുത്തേക്കാണ് റോമിയോ പോയത്. റോമിയോനെ ഒരു മകനെപ്പോലെ സ്നേഹിച്ചിരുന്ന പുരോഹിതന് ഈ ധർമ്മസങ്കടം ഊഹിക്കാൻ കഴിഞ്ഞു. ജൂലിയറ്റുമായുണ്ടായ കൂടിക്കാഴ്ചയും അതിനെ തുടർന്ന് ജൂലിയറ്റിനോട് റോമിയോവിനുള്ള പ്രണയവും ശക്തിയും പുരോഹിതന് മനസ്സിലായി. അങ്ങനെ റോമിയോവിൻ്റെയും ജൂലിയറ്റിൻ്റെയും വിവാഹകർമ്മം ആരും അറിയാതെ നടത്തി കൊടുക്കാൻ പുരോഹിതൻ തയ്യാറായി. അങ്ങനെ പിറ്റേന്ന് റോമിയോയുടെയും ജൂലിയറ്റിൻ്റെയും വിവാഹം ആരും അറിയാതെ ലോറൻസ് എന്ന പുരോഹിതൻ നടത്തിക്കൊടുത്തു. വിവാഹശേഷം ജൂലിയറ്റ് സ്വന്തം വീട്ടിലേക്കും റോമിയോ തൻ്റെ ഗൃഹത്തിലേക്കും മടങ്ങി.
ഒരു ദിവസം റോമിയോ കൂട്ടുകാരുമൊത്ത് വെറോണയിലെ തെരുവിൽ കൂടി നടക്കുമ്പോൾ കാപ്പുലെറ്റുകളുടെ ഒരു സംഘത്തെ കണ്ടുമുട്ടി. അതിന്റെ തലവൻ ടൈബാൾട്ട് ആയിരുന്നു. ടൈബാൾട്ടിന് റോമിയോവിനോട് ഒരു ഒടുങ്ങാത്ത പകയായിരുന്നു. റോമിയോവിനെ കലശമായി ശകാരിച്ചുകൊണ്ട് ടൈബാൾട്ട് സംസാരിക്കാൻ തുടങ്ങി. റോമിയോ ഒരു സുഹൃത്തും ബന്ധുവെന്ന നിലയിൽ ടൈബാൾട്ടിനോട് വഴക്കിന് നിന്നില്ല. പക്ഷേ മെർക്കുഷോ അങ്ങനെ ക്ഷമിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് അയാൾ ഒരു ഏറ്റുമുട്ടലിന് ഒരുങ്ങി. എന്നാൽ ടൈബാൾട്ടിന്റെ വാളുകൊണ്ട് മുറിവേറ്റ മെർക്കുഷോ പിൻവാങ്ങുകയാണുണ്ടായത്. മെർക്കുഷോവിന്റെ മുറിവ് മാരകമായിരുന്നു. അല്പസമയത്തിനുള്ളിൽ അയാൾ മരിച്ചു. ഇവിടെയാണ് റോമിയോ തന്റെ ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടത്. തന്റെ സുഹൃത്തിനെ അനാവശ്യമായി ആക്രമിച്ച് കൊന്നുകളഞ്ഞ ടൈബാൾട്ടിനോട് അടങ്ങാത്ത കോപമുണ്ടായി റോമിയോവിന്. അയാൾ വാളെടുത്ത് ടൈബാൾട്ടിന് നേരെ ചാടി വീണു. വാളുകൊണ്ട് വെട്ടേറ്റ് ടൈബാൾട്ടും മരിച്ചു. ആളുകൾ കൂടി ബഹളമുണ്ടാകുന്നതിനും രാജകിങ്കരന്മാർ വന്ന് തടവിലിടുന്നതിനും മുമ്പ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സുഹൃത്തായ ബെൻവോളിയോ റോമിയോവിനെ ഉപദേശിച്ചു. വാർത്ത കാട്ടുതീ പോലെ നാടെങ്ങും പരന്നു. രാജാവ് വിവരമറിയാനായി പുറപ്പെട്ടു. കാപ്ലെറ്റ് കുടുംബക്കാരും മൊണ്ടേ കുടുംബക്കാരും സംഭവ സ്ഥലത്തെത്തിച്ചേർന്നു. രാജാവിന്റെ മുൻപിൽ സംഭവം വിവരിക്കാൻ തയ്യാറുള്ളത് ബെൻവോളിയോ മാത്രമായിരുന്നു. റോമിയോ ഒരിക്കലും യുദ്ധം ചെയ്യാനോ ടൈബാൾട്ടിനെ കൊല്ലാനോ ഉദ്ദേശിച്ചിരുന്നില്ലെന്ന് ബെൻവോളിയോ വിവരിച്ചു. ഏതായാലും രാജാവിന്റെ വിചാരണയ്ക്ക് ശേഷം റോമിയോവിനെ നാടുകടത്താനുള്ള വിധിയാണുണ്ടായത്. റോമിയോവിനെ എപ്പോൾ കാണുമെന്നറിയാതെ ആകാംക്ഷയോടെ കാത്തിരുന്ന ജൂലിയറ്റ് ഈ വാദങ്ങൾ കേട്ട് ഇടിവെട്ടേറ്റതുപോലെ നിന്നുപോയി. എങ്കിലും തന്റെ പ്രാണനാഥനും ഭർത്താവുമായ റോമിയോ നാട്ടിൽ നിന്നും ബഹിഷ്കൃതനായി എന്നറിഞ്ഞപ്പോൾ അവൾ അത്യന്തം ദുഃഖിതയുമായി. രക്ഷമാർഗം അന്വേഷിച്ച് പേടിച്ചോടിയ റോമിയോ ലോറൻസ് വൈദികന്റെ മുന്നിലാണ് എത്തിച്ചേർന്നത്. ലോറൻസിന് രാജാവിന്റെ സ്വഭാവം മനസ്സിലായതുകൊണ്ട് റോമിയോവിനെ ആശ്വസിപ്പിക്കാനുള്ള വഴി കണ്ടെത്തി റോമിയോ പറഞ്ഞു, എനിക്ക് ജൂലിയറ്റിനെ കണ്ട് യാത്ര പറയണം. അതാണ് എൻ്റെ അവസാനത്തെ മോഹം. അത് കഴിഞ്ഞാൽ ഞാൻ നാടുവിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ലോറൻസ് വൈദികൻ ഈ വിവാഹം നടത്തി കൊടുക്കുമ്പോൾ അതിന്റെ പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. ബന്ധശത്രുതയുള്ള രണ്ട് കുടുംബങ്ങളെ കഴിഞ്ഞതെല്ലാം പരസ്പരം മറക്കാനും പൊറുക്കാനും പ്രേരിപ്പിക്കുകയൊന്നുകൂടി അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അവർ തമ്മിലുള്ള സ്നേഹബന്ധം പുനഃസ്ഥാപിക്കുക, സമാധാനം കൈവരുത്തുക. പക്ഷെ ഇതെല്ലാം ഇന്ന് വിഫലമായി തീർന്നിരിക്കുന്നു. തോഴിയുടെ സന്ദേശപ്രകാരം അർദ്ധരാത്രി സമയത്ത് ജൂലിയറ്റ് റോമിയോവിന്റെ അടുത്തെത്തിച്ചേർന്നു. വളരെയൊന്നും അകലെ പോകില്ലെന്നും ഇടയ്ക്കിടെ വന്നു കൊണ്ടുകൊള്ളാമെന്നും ഭാവിയിൽ ഒന്നിച്ചു ജീവിക്കാമെന്നും ഉറപ്പു നൽകി റോമിയോ ജൂലിയറ്റിനോട് യാത്ര പറഞ്ഞു. അടുത്ത പ്രഭാതം എഴുന്നേൽക്കാനോ ദിനചര്യകൾ ചെയ്യാനോ ജൂലിയറ്റിന് താല്പര്യം തോന്നിയില്ല. താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്ന ജൂലിയറ്റിനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവളുടെ അമ്മ ഇങ്ങനെ പറഞ്ഞു, നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഏറ്റവും അനുയോജ്യമായ ഒരു വിവാഹബന്ധം ആലോചിക്കുന്നുണ്ട്. പാരീസ് എന്ന പ്രഭുവാണ് അദ്ദേഹം. അതുകൊണ്ട് ഈ വിഷാദമൊക്കെ കളയൂ എന്ന് അമ്മ പറഞ്ഞു. ഈ വാർത്ത പ്രതീക്ഷയ്ക്ക് വിപരീതമായി ജൂലിയറ്റിന് കോനിമേൽ കുരുവായി തോന്നി. അതുകൊണ്ട് എങ്ങനെ എതിർത്ത് നിൽക്കുമെന്ന് അവൾ ആലോചിക്കാൻ തുടങ്ങി. തനിക്ക് പ്രായമായിട്ടില്ലെന്നും ടൈബാൾട്ടിന്റെ മരണശേഷം ഇത്ര പെട്ടെന്ന് വിവാഹം നിശ്ചയിക്കുന്നത് ശരിയല്ലെന്നും തുടങ്ങിയ പല ന്യായങ്ങളും ജൂലിയറ്റ് അമ്മയുടെ മുൻപിൽ നിരത്തിവെച്ചു. കാപ്ലെറ്റ് പ്രഭു ഒന്ന് തീരുമാനിച്ചാൽ പിന്നെ അതിന് മാറ്റമില്ല. അച്ഛനോ അമ്മയോ അവളോട് സഹതാപം കാണിക്കാൻ മുതിർന്നതുമില്ല. ആകപ്പാടെ ചിന്താക്കുഴപ്പത്തിലാകപ്പെട്ട ജൂലിയറ്റിനെ സമാധാനിപ്പിക്കാൻ തോഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ജൂലിയറ്റ് ആകെ പരിങ്ങി നിന്നു. ആകപ്പാടെ ചിന്താക്കുഴപ്പത്തിലാകപ്പെട്ട ജൂലിയറ്റ് ആരും അറിയാതെ ലോറൻസ് വൈദികൻ താമസിക്കുന്ന സ്ഥലത്തെത്തി. ലോറൻസ് പുരോഹിതൻ ജൂലിയറ്റിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, നാളെയാണല്ലോ നിങ്ങളുടെ വിവാഹം നിശ്ചയിച്ചിട്ടുള്ളത്. ഞാൻ തരുന്ന ഈ കുപ്പിയിലെ മരുന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കഴിക്കണം. ഒരു ദിവസം മുഴുവൻ ബോധം കെട്ടി കിടത്താൻ ശക്തിയുള്ള മരുന്നാണിത്. പാരീസ് എന്ന പ്രഭു വിവാഹത്തിനെത്തിച്ചേരുമ്പോൾ ജൂലിയറ്റ് മരിച്ചതുപോലെ കിടക്കുന്നതായിരിക്കും. അത് കണ്ടവർ മടങ്ങിപ്പോവുകയും ചെയ്യും. ഇക്കാര്യം ഒരു ദൂതൻ വഴി റോമിയോയെ അറിയിക്കാമെന്ന് പുരോഹിതൻ ജൂലിയറ്റിനെ അറിയിച്ചു. പക്ഷെ നിർഭാഗ്യവശാൽ ആ ദൂതന് റോമിയോയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ ജൂലിയറ്റ് മാതാപിതാക്കളോട് പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും വിവാഹത്തിന് സമ്മതമാണെന്ന് അറിയിക്കുകയും ചെയ്തു. കാപ്ലെറ്റ് പ്രഭുവിന്റെ തെറ്റിദ്ധാരണകളൊക്കെ മാറി കോപവും ശമിച്ചു. ജൂലിയറ്റിനു വേണ്ട വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒരുക്കുന്നതിന് മാതാപിതാക്കൾ തമ്മിൽ മത്സരിച്ചു. വ്യാഴാഴ്ച പ്രഭാതത്തിലുള്ള ശുഭമുഹൂർത്തത്തിലാണ് വിവാഹം. ജൂലിയറ്റ് ലോറൻസ് പറഞ്ഞതുപോലെ ആ കുപ്പിയിലെ മരുന്ന് മുഴുവൻ വായിലേക്ക് ഒഴിച്ചു. അല്പനിമിഷത്തിനുള്ളിൽ ബോധഹീനയായി അവൾ കിടക്കയിലേക്ക് മറിഞ്ഞു വീഴുകയും ചെയ്തു. പാരീസ് പ്രഭു വിവാഹത്തിനെത്തിച്ചേർന്നപ്പോൾ ജൂലിയറ്റിന്റെ മരണവാർത്തയാണ് അറിഞ്ഞത്. റോമിയോ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തും ഈ വാർത്തയെത്തി. അന്ന് വൈകുന്നേരമാണ് ശവസംസ്കാര ചടങ്ങുകൾ. പാരീസ് പ്രഭുവും മറ്റു ബന്ധുമിത്രാദികളും ഒക്കെ സംസ്കാരത്തിനെത്തിയിട്ടുണ്ട്. റോമിയോ തന്റെ പ്രാണപ്രേയസിയുടെ വിരഹത്തിൽ അത്യന്തം ദുഃഖിതനാണെങ്കിലും സംസ്കാരത്തിനു മുമ്പ് അവളുടെ മുഖം ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹത്തോടെ ശ്മശാനത്തിൽ എത്തിച്ചേർന്നു. സംസ്കാരം കഴിഞ്ഞു ആളുകൾ മടങ്ങിപ്പോയി. നേരം രാത്രിയായി.
ഒളിഞ്ഞും മറിഞ്ഞും റോമിയോ ശ്മശാനത്തിലെത്തി ശവക്കല്ലറ തുറന്നു. ഈ ശബ്ദം കേട്ട് മറ്റൊരാൾ കൂടി അവിടെ ഓടിയെത്തി. അത് മറ്റാരുമായിരുന്നില്ല, പാരീസ് പ്രഭു തന്നെ. റോമിയോവിന്റെ ദുരുദ്ദേശം അയാളെ ചൊടിപ്പിച്ചു. രണ്ടുപേരും വാളൂരി ഏറ്റുമുട്ടി. ചെറിയൊരു യുദ്ധത്തിൽ ഫലം പാരീസ് പ്രഭുവിന്റെ മരണമായിരുന്നു. ജൂലിയറ്റ് മരിച്ചുപോയി. തനിക്കും മരണം തന്നെ അഭയം. റോമിയോ കയ്യിലിരുന്ന വാൾ മാരടത്തിൽ കുത്തിയിറക്കി. ഈ രംഗം അവസാനിച്ചു കഴിഞ്ഞപ്പോൾ ലോറൻസ് എന്ന വൈദികൻ ജൂലിയറ്റിനെ രക്ഷിക്കാനായി ശവക്കല്ലറയുടെ അടുത്തെത്തി. അടുത്തു ചെന്ന് നോക്കിയപ്പോൾ അതാ കിടക്കുന്നു റോമിയോവും പാരീസിന്റെയും മൃതദേഹങ്ങൾ. ജൂലിയറ്റ് പതുക്കെ പതുക്കെ സ്വബോധം വീണ്ടെടുക്കുകയായിരുന്നു. അവൾ ഉണർന്നപ്പോൾ തന്റെ പ്രാണനാഥൻ റോമിയോ മരിച്ചു കിടക്കുന്നതാണ് കണ്ടത്. സഹിക്കാനാകാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് താഴെ കിടക്കുന്ന വാളെടുത്ത് തന്റെ നെഞ്ചിൽ കുത്തിയിറക്കി ജൂലിയറ്റും മരിച്ചു. പിറ്റേ ദിവസം രാജാവിന്റെ സഭ കൂടിയപ്പോൾ ലോറൻസ് പുരോഹിതൻ സംഭവങ്ങളുടെ യഥാർത്ഥ സ്ഥിതി വിശദീകരിച്ചു. വളരെ ദുഃഖകരമായ ഒരു സംഭവമായി മാറി റോമിയോന്റെയും ജൂലിയറ്റിന്റെയും കഥ. ഇത് അവരുടെ കുടുംബാംഗങ്ങളെ അഗാധ ദുഃഖത്തിലാഴ്ത്തി. അവരിത്രയും കാലം അന്യോന്യം കലഹിക്കാനും പകരം വീട്ടാനും മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ പരസ്പരം സ്നേഹിക്കാൻ അറിയാവുന്ന രണ്ടാളുകളുണ്ടായിരുന്നു ആ കുടുംബങ്ങളിൽ, റോമിയോയും ജൂലിയറ്റും. അവർ അവരുടെ കുടുംബങ്ങളെ തമ്മിൽ ഒന്നു ചേർക്കാൻ ശ്രമിച്ചു. അതിനവർക്ക് കൊടുക്കേണ്ടി വന്ന വില സ്വന്തം ജീവനായിരുന്നു. ഇന്നും റോമിയോ ജൂലിയറ്റ് എന്ന പേര് പ്രേമത്യാഗത്തിന്റെ പ്രതീകമായി ലോകം മുഴുവൻ ഉദ്ധരിച്ചു കേൾക്കാം.